എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ചപ്പാത്തിയിലൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അസലായിട്ടുള്ള വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറി. വഴുതനങ്ങ വെച്ചിട്ട് കറി എന്ന് പറയുമ്പോൾ അതിനെ നോർത്ത് ഇന്ത്യയിൽ ബൈഗൻ ഭർത്ത എന്നാ പറയാ. അപ്പോൾ ഞാനത് പല റെസ്റ്റോറൻറ്റിലും പോയി കഴിച്ചിട്ടുണ്ട്. പല റെസ്റ്റോറൻറ്റിലും പോയി കഴിക്കുമ്പോൾ പല രുചിയാണ്. അപ്പോൾ എനിക്ക് എന്താണ് അതിൻ്റെ റിയൽ രുചി, ഏതാണ് ഓത്തൻറ്റിക് വേർഷൻ എന്ന് അറിയില്ലായിരുന്നു. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്, പലതവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ പല നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ മീൻകറി പോലെ അല്ലല്ലോ തിരുവനന്തപുരത്ത് മീൻകറി, ആ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടുന്നത്. ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ കേരള ഡിഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ നല്ല അസല് ടേസ്റ്റ് ആയിട്ടുണ്ട്. വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വായിട്ടത് തയ്യാറാക്കാം നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ബൈഗൺ ഭർത്ത ചെയ്താലോ? നിങ്ങളുടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം വീണ്ടും വെറുതെ ചെയ്തിട്ട് ആരും കണ്ടില്ലെങ്കിൽ പിന്നെ അത് എനിക്കെന്തോ സങ്കടമാവും. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇന്നും ബൈഗൺ ഭർത്തയാണ് ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാൻ പറ്റുക. ഞാൻ തന്നെ ശരിയാക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 വഴുതനങ്ങ, മീഡിയം സൈസ് വഴുതനങ്ങയാണ് നമുക്ക് എടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ വലിയ വഴുതനങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ വഴുതനങ്ങ വെച്ചും ചെയ്യാം. പക്ഷേ അതാണെങ്കിൽ കുറേ വഴുതനങ്ങ വേണ്ടി വരും. ഇതുപോലത്തെ വലിയ വഴുതനങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ 2 വഴുതനങ്ങ മീഡിയം സൈസ് എടുക്കുക. ഞാനൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ, ഒരു 2 മുതൽ 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സബ്ജിയുടെ അളവ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്നത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഇത് നമ്മൾ കനലിൽ വെച്ചിട്ടാണ് പണ്ടൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങില്ലേ, അതായത് ഈ അടപ്പിൻ്റെ ഉള്ളിൽ ചാരത്തിൻ്റെ ഉള്ളിൽ പൂത്തി വെച്ചിട്ട് അതുപോലെയാണ് ശരിക്കും ചെയ്യുക ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഒന്നും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാരണം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ഇല്ലെങ്കിൽ നമുക്ക് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സ്ലിറ്റ് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് കേട്ടോ, മുഴുവനല്ല, നടുവിൽ മാത്രം. എന്നിട്ട് 3 വെളുത്തുള്ളി. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലേവർ നന്നായി കൂടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഓരോ വെളുത്തുള്ളിനെ പകുതിയായിട്ട് അങ്ങ് മുറിച്ചു അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങ് ഇരിക്കുമ്പോൾ ഉള്ളിൽ അത് വെളുത്തുള്ളിയും കുക്കാവും, അതേസമയം ഈ വഴുതനയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു നിർബന്ധങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് മുഴുവൻ അങ്ങോട്ട് ഈ അറ്റം വരെ അങ്ങ് വരഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് വെളുത്തുള്ളി പകുതിയായിട്ട് ഉണങ്ങി വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാനിത് ഒന്നിൽ ഇത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് തുടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ വഴുതനങ്ങ. അതുപോലെ തന്നെ രണ്ടാമത്തെ വഴുതനങ്ങ ഇത് എടുക്കാൻ പാടില്ല, ഇതോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. ഇതേപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. വെളുത്തുള്ളി അല്ലാതെ വേണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു 3 വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് വെക്കാൻ വേണ്ടി എടുക്കുന്നതാണേ. ഇത് മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്ത് ഓയിൽ? കടുകെണ്ണ. ഒത്തൻറ്റിക് റെസിപ്പിയിൽ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റം വരുത്തുന്നില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ, എണ്ണ പരട്ടുന്നുള്ള കാര്യം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. പക്ഷേ കടുകെണ്ണ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ അത് ചെയ്യണ്ട. വേറെ ഓയിൽ പരട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കടുകെണ്ണ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ രീതി ചെയ്യാന്ന് വെച്ചിട്ട്. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ, കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുകെണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ കടുകെണ്ണ ഇട്ടിട്ടാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് അത്ര ഇഷ്ടമായില്ല കടുകെണ്ണയുടെ ആ വാസന. പക്ഷേ ഞാനും വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കും വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് കടുകെണ്ണ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കണം എന്നില്ല. ഓത്തൻറ്റിക് രീതിയിൽ കടുകെണ്ണ തന്നെ വേണം. അതാണ് നമ്മൾ ദാബേന്നൊക്കെ കഴിക്കുമ്പോൾ അവർ കടുകെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത്. ശരിക്കും ആ പഞ്ചാബി റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പാൻ അല്ലെങ്കിൽ സാധാരണ തവയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ സാധാരണ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ബർണറിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇത് ഒറ്റി വീഴാൻ തുടങ്ങും. അപ്പോൾ ഗ്യാസ് ബർണറിൽ വീഴുമ്പോൾ അത് അപകടമാണ്. മാത്രമല്ല ഒക്കെ മൊത്തത്തിൽ അങ്ങ് നാശമായി പോകും. വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നമുക്കങ്ങ് ഗ്രില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട്
ഇതൊരു ഓരോ സൈഡും 5 മിനിറ്റ് വീതം തിരിച്ചിട്ട് അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കുക. അവസാനം ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഉണ്ടല്ലോ, ഈ ഭാഗവും നമുക്ക് ഒന്ന് വെച്ചതിന് ശേഷം ഗ്രില്ല് ചെയ്യണം. ആ ഭാഗം കുക്കാവാനാണ് ഏറ്റവും സമയം പിടിക്കുക. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഞാൻ എന്താ വെച്ചാൽ ഈ ഭാഗം കുക്കാവാൻ കുറച്ച് സമയം എടുക്കുന്ന കാരണം ഈ മൊത്തത്തിലുള്ള ഭാഗത്ത് ഈ നമ്മൾ തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം അവസാനം ഞാൻ അവനിൽ വെച്ചിട്ട് അങ്ങ് 5 മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ല കറക്റ്റായിട്ട് ഈ ഭാഗം അങ്ങ് കുക്കായിക്കോളും കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒരു സൈഡ് കുക്കായിക്കോട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്കങ്ങ് തിരിച്ചിടാം കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഇതേപോലെ തിരിച്ചിട്ടിട്ട് അങ്ങ് മൊത്തത്തിൽ 4 ഭാഗവും അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഫ്ലെയിമിൽ കാണിച്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് മുഴുവനും അതിൻ്റെ വെള്ളമൊക്കെ ഒലിച്ച് ഗ്യാസിലൊക്കെ അങ്ങ് ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം നാട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ട്, അതോടുകൂടി മതിയായി. പിന്നെ അവിടെ വൃത്തിയാക്കാൻ ചേച്ചിമാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഒരുപാട് പേര് പിന്നെ പറയാറുണ്ട് ഗ്യാസ് ബർണറിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഫുൽക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല, വളരെ ദോഷമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളുടെ പല അറിവില്ലായ്മകൾ, ഞാനൊക്കെ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഓരോരുത്തരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം. അപ്പോൾ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ വെക്കാൻ വേണ്ടി ഞാനിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റുകയാണ്. നിങ്ങളങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് അവനിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ അതിനിടയ്ക്ക് കൂടെ കുക്കർ എഗ് ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മഷ്റൂം ബ്രൊക്കോളി തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജാഞ്ചേട്ടൻ വരാറായിട്ടില്ല, എന്നാലും ജാഞ്ചേട്ടൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ എല്ലാ പണി ഒരുമിച്ച് ചെയ്തേ പറ്റൂ. 5 മിനിറ്റ് കുക്ക് ചെയ്ത് വഴുതനങ്ങ ഞാനിവിടെ അടച്ച് വെക്കണം. അത് ഈ ചൂടോട് കൂടി ഒരിക്കലും ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട് ഇതിൻ്റെ തൊലി കളയാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. പലരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചൂടോട് കൂടി ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ നല്ല ഫ്ലേവർ അതിൽ തങ്ങി നിൽക്കും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ തൊലി പതുക്കെ കളയുക. ചൂടോട് കൂടി തന്നെ കളയണം, അപ്പം മാത്രമേ നമുക്ക് തൊലി കളയാൻ പറ്റുകയുള്ളൂ. ചൂടാറി കഴിഞ്ഞ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ മാംസത്തോട് കൂടി ഇങ്ങനെ വരാൻ തുടങ്ങും. സാധാരണ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഫോയിൽ പേപ്പർ ഇങ്ങനെ അടച്ചു വെക്കും. പക്ഷേ ഈ ചൂടോട് കൂടി നമ്മൾ ഫോയിൽ പേപ്പർ വെക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുള്ള കാരണം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇതേപോലെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കണം ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടപ്പ് ഓൺ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ മറ്റേ മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓതൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത് കടുകെണ്ണയാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് അത് മുഴുവനും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിന്ന് റിസ്ക് എടുക്കുന്നില്ല, സാധാരണ ഓയിൽ തന്നെ ഒഴിക്കാൻ പോവാണ്. പിന്നെ ഓയിലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി കേട്ടോ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞൊരു നാടൻ കറി ആയിട്ട് മാറും. ഇതൊരു പഞ്ചാബി റെസിപ്പിയാണിത്. 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് നല്ല നൈസാക്കി അരിഞ്ഞിട്ടുള്ള സവാള 2 എണ്ണം, 2 മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു 5 മിനിറ്റ് നമുക്ക് ആദ്യം വഴറ്റണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ 3 എണ്ണം ഞാൻ ഓൾറെഡി ആ വഴുതനങ്ങയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി അത്യാവശ്യം വേണം. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി അല്പം മതി. അതേസമയം വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നൈസാക്കി അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് വലുതാക്കി അരിയാൻ പാടില്ല. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം തയ്യാറാക്കി നോക്കിയുള്ള റെസിപ്പികൾ ഒന്നാണിത്. പക്ഷേ എനിക്ക് മുഴുവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്ന റെസിപ്പി എനിക്ക് കിട്ടിയത്. തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. രൺവീർ എന്ന് പറഞ്ഞ ഷെഫിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ റെസിപ്പീസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ പോലെ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് കുറേ വർത്താനൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുന്നൊരു മനുഷ്യൻ. അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഗോൾഡ് കളർ ആവുന്നവരെ വഴറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പൊടികളൊന്നുമില്ല. ആകെപ്പാടെ 2 തരം പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീ കുറയ്ക്കണം. സിമ്മിലാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ല കേട്ടോ, സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, അല്ലാതെ ഗരം മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും വേണ്ട. ഞാൻ പലതവണ ഗരം മസാലയോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറീനെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടതിന് ശേഷം
ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ചേർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 2 മീഡിയം തക്കാളി ചേർത്ത് അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വഴുതനങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറി 2 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. നല്ല പഴുത്ത 2 തക്കാളി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം ചെറിയ തീയിൽ കേട്ടോ. അവിടെ നമ്മുടെ തക്കാളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇതിൻ്റെ തൊലി കളയാം. അപ്പോൾ തൊലി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചൂടോടുകൂടി അങ്ങ് കളയണം. മൊത്തത്തിൽ ഇതേപോലെ തൊലി അങ്ങ് കളയുക. അതിനുശേഷം നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ചൂടുണ്ട് കേട്ടോ, കൈയൊന്നും പൊള്ളിക്കണ്ട. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് തൊലി കളഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം മേലത്തെ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. കൂടുതൽ നേരം അടച്ചു വെക്കുമ്പോൾ എന്താണെന്നറിയാമോ, തൊലി പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഞാൻ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് അടച്ചു വെക്കുക, അല്ലെങ്കിൽ അടച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ചൂടോടുകൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. കൈയൊന്നും പൊള്ളിക്കണ്ട, സൂക്ഷിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണത് മാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വഴുതനങ്ങയുടെ തൊലിയുടെ കുറച്ച് അംശം ഉണ്ടെന്ന് വെച്ചിട്ട് അഥവാ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. കളർ ഒരു ഇച്ചിരി കറുപ്പായിട്ട് കാണുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏത് പച്ചയാണെങ്കിലും വെള്ളയാണെങ്കിലും വയലറ്റ് ആണെങ്കിലും ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരുപാട് മൂത്ത വഴുതനങ്ങ ആണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുരു ഒരുപാടുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് വരും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ തക്കാളി വഴണ്ടോന്ന് നോക്കുക. അതിലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയിലിട്ട് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഫോർക്ക് കൊണ്ട് മാത്രം ചെയ്താൽ മതി. ചിലവരതങ്ങ് അരച്ചെടുക്കുന്നത് കാണാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കുറവാണ്, എരിവുണ്ട്, ഒരുപാട് കൂടിയിട്ടില്ല, പാകത്തിനുള്ള എരിവുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിലത്തെ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി. ഒരു 5 മിനിറ്റോളം നമുക്ക് മീഡിയം തീയിലിട്ടതിന് ശേഷം വറ്റിച്ചെടുക്കാം. ഡ്രൈ ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈഗൺ ഭർത്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു, കണ്ട ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിക്കോളും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വടിച്ച് നമ്മുടെ സെർവിങ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു ചപ്പാത്തി എടുക്കുക. എന്നിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അത് കഴിച്ച് നോക്കിക്കേ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അതിനുവേണ്ടി ചില പടി ഉണ്ടാവാറുണ്ട്. നിങ്ങൾ മിക്കവാറും ചെയ്ത് നോക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കളർ വേറെയാണ് കേട്ടോ, പക്ഷേ ശരിക്കും കറിക്ക് നല്ല കളറുണ്ട്, നല്ല ബ്രൈറ്റ് കളറാണ്. ഇതിൻ്റെ അടുക്കളയുടെ ഉള്ളിൽ നോക്കുമ്പോൾ കളർ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സോഫ്റ്റ് ചപ്പാത്തി എടുക്കുക. ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ, ഉണ്ടോ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന നോക്കി. എന്നിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല മൊരിഞ്ഞ മസാല കിട്ടും. അതിങ്ങനെ എടുത്ത് കഴിക്കാം. എൻ്റെ ദൈവമേ എന്തൊരു ടേസ്റ്റാണ്. പറഞ്ഞെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. ആക്രാന്തം കാരണം മല്ലിയിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, മല്ലിയിലിടണം കേട്ടോ. കറി ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് മല്ലിയിലിട്ട് മിക്സ് ചെയ്തോളൂ. നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് മല്ലിയിലിടുന്നത് നല്ലതാണ്. കേരള റെസിപ്പി ഇനി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നേരത്തെ ഇട്ടോളൂ, അത് ഞാൻ മറന്നതാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ജാൻചേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൊക്കോളി മഷ്റൂം സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ബിരിയാണി, എഗ് ബിരിയാണിയാണ് പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം. അല്ലാതെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സാധാരണ എഗ് ബിരിയാണിയുടെ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ നടുത്തളം. അന്ന് കാണിച്ചിരുന്നില്ല, ആദ്യം ബിൽഡിങ് നോക്കാൻ വന്നിരുന്ന സമയത്ത് കാണിച്ചിരുന്നില്ലേ. അപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. രാവിലെ കിളികളുടെ ശബ്ദവും. ഇപ്പോൾ പൂക്കൾ, എൻ്റെ ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. ജനുവരി ആയില്ലേ, എന്നാൽ ഡിസംബർ മാസത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാം. ആൾക്കാരൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ ഉണ്ട് പിള്ളേരുടെ അവിടെ.
ഇതൊരു കോമൺ ഏരിയയാണ്. സ്റ്റെപ്പൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറേ കൂടെ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും.